ഇത്തവണ ക്രിസ്മസിനോടനുബന്ധിച്ച് 10 ദിവസം, ഈ 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള 10 ദിവസത്തെ സമയമെടുത്ത് സാവകാശത്തിൽ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി. മാത്രമല്ല, കൂടുതൽ ഐക്യവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാനുള്ള സന്ദേശം, യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്മസിൻ്റെ സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടും സൂചിപ്പിച്ചത്. എല്ലാ വീടുകളിലും ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർ പറയുന്നത് പോലെ, കോൺഗ്രസ് CPM പറയുന്നത് പോലെ ഞങ്ങളിതിനൊരു രാഷ്ട്രീയം കാണുന്നേ ഇല്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പിന്നെ കഴിഞ്ഞ തവണത്തെ സ്നേഹയാത്രയ്ക്ക് ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. ഈ ഒരു സ്നേഹയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല. അത് ഒരു തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വേണ്ടിയുള്ളതല്ല. കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യമാണിത്. കേരളത്തിൽ ഇത്തരം ഒരു പരസ്പര ഐക്യം, ഒരു സൗഹാർദ്ദം, ഒരു യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ആകെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ നോക്കുന്നേയില്ല. ഈ മണിപ്പൂർ വിഷയത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു അതൃപ്തിയൊക്കെ അതെ, മണിപ്പൂരിൽ കഴിഞ്ഞതിന് ശേഷം മിസോറാം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കിയത് മണിപ്പൂരായിരുന്നു. പക്ഷേ മണിപ്പൂരിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരന്മാർ എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾ കണ്ടു കാണും. കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റും പോയി, അവരുടെ വോട്ട് ഷെയറിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളെ അതിജീവിക്കാൻ അധിക കാലം വേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ഫലം. 99%-ലധികം ക്രൈസ്തവ സഹോദരങ്ങളുള്ള മിസോറാമിൽ ഞങ്ങൾക്ക് സീറ്റും ഇരട്ടിയായി, വോട്ടും ഇരട്ടിയായി. അപ്പോൾ അതിനർത്ഥം ഈ രാഷ്ട്രീയത്തെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് സമ്മതിക്കുന്നു. കോൺഗ്രസും CPM-ഉം പിന്നെ അങ്ങനെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും. ആ തെറ്റിദ്ധാരണ നീക്കാനും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ, സ്നേഹയാത്ര സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് BJP എന്താണെന്ന് അറിയുന്നവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് അവരുടെ മതപരമായാലും വീടുകളായാലും. എന്തായാലും കോൺഗ്രസിനേക്കാൾ വിശ്വാസം, പ്രത്യേകിച്ച് VD സതീശൻ്റെ കോൺഗ്രസിനേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസം ഞങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധ്യം അനുസരിച്ച് BJP-യോടാണ്. ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും അടുത്ത് പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ല എന്ന് ഗീർവാണം അടിക്കുന്ന VD സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഏത് സമുദായം വിശ്വസിക്കാനാണ്? ഞാനിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും അതുപോലെ മുരളീധരനായാലും അതുപോലെ കോൺഗ്രസിൻ്റെ ഈവൻ രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല. പക്ഷേ സതീശനെ പോലെ ഒരു അഹങ്കാരിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ്. എല്ലാ ആവശ്യവും നേടിയെടുത്തതിന് ശേഷം, വോട്ട് കിട്ടാനുള്ള എല്ലാ നാണം കെട്ട പണിയും എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങുന്നവനല്ല എന്ന് പറയുന്ന VD സതീശൻ്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ പിന്നെ മറുപടി കൊടുക്കുന്നത്? ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സതീശനുള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും BJP-ക്ക് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്.